അത് ഫ്ലെക്സ് ബോർഡ് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നുള്ളത് അതൊരു വലിയ കാര്യമല്ല. അദ്ദേഹം DCC പ്രസിഡന്റും കൂടിയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ധാരാളമുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫ്ലെക്സ് എക്സ്ട്രാ വെച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവിടുന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നോമിനേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് അവിടുന്ന് ഒരു തീരുമാനം വന്നിട്ട് മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അല്ല, എനിക്ക് ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ചർച്ചകൾ അങ്ങനെ മുമ്പോട്ട് പോയല്ലോ. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് എന്ത് തന്നെ ആയാലും പ്രവർത്തനം ശക്തമായി തന്നെ ഉണ്ടാകും. കൊച്ചി ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചില സമവായങ്ങളൊക്കെ വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നു. ഇല്ല അങ്ങനത്തെ ഒന്നും അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അജണ്ട. ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റി അംഗം കൂടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ആ ടീമിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതിനോടൊപ്പം ഇത് മറ്റ് എന്തെങ്കിലും ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൊച്ചി തിരിച്ചു പിടിക്കും. UDF-നൊപ്പമായിരിക്കും കൊച്ചി. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും കൊച്ചി നമ്മൾ തിരിച്ചു പിടിക്കും. അതെ അത് ഫ്ലെക്സ് ബോർഡ് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നുള്ളത് അതൊരു വലിയ കാര്യമല്ല. അദ്ദേഹം DCC പ്രസിഡന്റും കൂടിയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ധാരാളമുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫ്ലെക്സ് എക്സ്ട്രാ വെച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അല്ല, ഒട്ടിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വളരെ സമയം വൈകി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തൊരു ഡിലേ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ചില പ്രാഥമിക വർക്കുകൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് ഒരു 2 പേരുടെ പേര് ഒരു സ്ഥലത്തേക്ക് ചർച്ച വരുമ്പോൾ അത് ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഫൈനലൈസ് ചെയ്ത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ന് വെച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൂടാ എന്നർത്ഥമില്ല. അതിപ്പോൾ ഷിയാസും തീർച്ചയായിട്ടും മറ്റ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്, ഞാനും നടത്തിയിട്ടുണ്ട്. ഇല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ, പരിഗണിച്ചു. അത് നിങ്ങൾക്കറിയില്ലേ, ആ ലിസ്റ്റിൽ ഇന്നലെ വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പേര് ഞങ്ങൾ 2 പേരുടെയും പേരുകളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരുങ്ങിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പ് മറ്റ് പ്രാഥമിക തയ്യാറെടുപ്പുകളിലേക്ക് കടന്നത്.